ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള സംയുക്ത എയർ ഡ്രോപ്പ് പരീക്ഷണം ഉടൻ നടക്കും. ശ്രീഹരിക്കോട്ടയ്ക്കടുത്ത് ബംഗാൾ ഉൾക്കടലിലാണ് പരീക്ഷണം. ISROയും ഇന്ത്യ വ്യോമ നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസാണ് ചേരുന്നത്. സ്മിത, ഗുഡ് മോർണിംഗ്. 2027 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യം, അതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷണത്തിന് ISRO ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ നമ്മൾ ആ ദൗത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു ചുവടുവെപ്പായിട്ടുണ്ട് അല്ലേ? അതെ ക്രിസ്റ്റിന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ സൂര്യോദയ സമയത്താണ് ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുക. പാരച്യൂട്ടിന്റെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നാണ് ഈ പരീക്ഷണത്തിന് പറയുന്നത്. പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത അത് പരീക്ഷിക്കുക. ഇതിന് 2-3 പ്രാവശ്യം മുൻപും ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്താനിരുന്നു എങ്കിൽ പോലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അത് മാറ്റിവെക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരീക്ഷണം വളരെ നിർണായകമാണ്. ഗഗൻയാൻ നമ്മുടെ അഭിമാന ദൗത്യമാണ്. അതിനുള്ള പരീക്ഷണങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, 100 പരീക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പരീക്ഷണം എന്നറിയുക. പക്ഷെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പേടകം, ബഹിരാകാശ പേടകം, അതിന്റെ ഒരു ക്രൂ മൊഡ്യൂൾ, അത് 4-5 കിലോമീറ്റർ ഉയരത്തിൽ ശ്രീഹരിക്കോട്ടയ്ക്ക് അടുത്തുള്ള ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ പോയി 4-5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ആ പേടകം താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതൊരു റോക്കറ്റ് അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിനോക്ക് ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു 4500 കിലോഗ്രാം ഭാരം, അത് അതിന്റെ ഒരു ഡമ്മി പോലെയാണ് ഉണ്ടാവുക. അത് താഴേക്കിടുമ്പോൾ ഒരു സീരീസ് ഓഫ് പാരച്യൂട്ടുകൾ അതിലുണ്ട്. ആ പാരച്യൂട്ടുകൾക്ക് മുകളിലുള്ള കവർ അത് വേർപെടണം. അത് കഴിഞ്ഞ് ഈ പാരച്യൂട്ടുകൾ ഘട്ടം ഘട്ടമായി അത് തുറക്കണം. അത് തുറക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക പിഴവ് വന്നാൽ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം, അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഘട്ടം ഘട്ടമായി തുറക്കേണ്ടത് കൃത്യമായി തുറന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികമോ പാരച്യൂട്ടുകൾ തുറന്നില്ലെങ്കിൽ അത് ഏത് രീതിയിൽ പരിഹരിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അടുത്ത പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിനു വേണ്ടിയാണ് ഈ പരീക്ഷണം നടത്തുന്നത്. ഇന്ന് രാവിലെ അത് ISRO ഉണ്ട്, ഇന്ത്യയുടെ നാവികസേന അവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. കാരണം ഇത് താഴേക്കിടുന്ന ഈ പേടകത്തെ നാവികസേനയുടെ ബോട്ടുകൾ വന്ന് അവിടെ നിന്ന് എടുക്കുന്നു. അത് ഒരു ഷിപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള വലിയൊരു ഷിപ്പ്, അന്വേഷ് എന്ന ഷിപ്പാണ്, ആ നാവികസേനയുടെ ഷിപ്പാണ്. അത് ആ വെസലിൽ നിന്ന് ഘടിപ്പിച്ചിട്ടുള്ള ക്രെയിനിലേക്ക് ഇത് ഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് ഷിപ്പിന്റെ ഡക്കിലേക്കാണ് ഈ പേടകത്തെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി സുഗമമായി തന്നെ ഒരു ഡമ്മി പരീക്ഷണമാണ് ഇന്ന് നടക്കുക.